കഴിക്കാം. ലൈറ്റ് ഇല്ലേ പാപ്പു? പുതിയ സ്ട്രോബെറി ഫാം. സ്ട്രോബെറി ഫാമിലാണ്. ഇവിടെ വരാം. ഈ സ്ഥലത്തിന്റെ പേരെന്തറിയോ? കാന്തല്ലൂർ. പിന്നെ പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ കാണിക്കാം. കേബേജ് ചെറുതായിരിക്കൂട്ടാ കാണാം. ഇതേ അപ്പുറത്തെ ഒരു കുറച്ച് വലുതാവും ഇതില്. അത് നമുക്ക് കാണിക്കാം. അതുള്ളണ്ട. കണ്ടു. കേബേജ് കാണിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ടൊമാറ്റോ കാണിക്കാം. ചെറുതാ, ഇത് പഴുത്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ കുറേ തക്കാളിയുടെ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും പഴുക്കും തോന്നുന്നു അല്ലേ? ഈ ഒരു ഏരിയ ഫുള്ള് തക്കാളിയാണ്. ഞാൻ പറയട്ടെ, ഇനി നമുക്കല്ലേ അടുത്തത് സ്ട്രോബെറി ആണ്. നമുക്ക് ഈ കുഞ്ഞ് കൃഷിക്കാരൻ പോകുന്ന വഴിയിലൂടെ പോവാം. ഇതാണ് നമ്മുടെ സ്ട്രോബെറി ഫാം. സ്ട്രോബെറിയുടെ പ്ലാന്റിങ് ടൈം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബറിലാണ്. ഒക്ടോബറിൽ നമ്മളിത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പരുവത്തിലുള്ളൊരു ഇതുപോലൊരു പൂവായി കിട്ടും. പിന്നെ ഈ പൂവിൽ ഈ മഞ്ഞ മുട്ട് കണ്ടോ? ഈ മഞ്ഞ മുട്ട് ഇതാണ് പിന്നീട് ഈ ഒരു പരുവത്തിലൊക്കെ ആവുന്നത്. പിന്നെ ഇങ്ങനത്തെ പോലെ കായാവും. പിന്നെ ചെറുതായിട്ട് പഴുക്കാൻ തുടങ്ങും. അതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ പറിച്ച് ഈ ഒരു പരുവം നമുക്ക് കഴിക്കേണ്ട ഒരു പരുവം നമ്മളിതിങ്ങനെ പറിച്ച് ഇങ്ങനെ നല്ല മധുരമുണ്ട്, അടിപൊളി. പിന്നെ അങ്ങനെയാണ് നമ്മുടെ ഓവറോൾ ഒരു ഫാമിൻ്റെ ഒരു രൂപം കിട്ടിയില്ലേ? ഇത് ഈ വലയുടെ ഉള്ളിൽ കാണുന്ന ഫുള്ള് തക്കാളിയാണ് കേട്ടോ. സ്ട്രോബെറി കാണിക്കട്ടെ അവരെ. ഇങ്ങനെ വരുമ്പോൾ ഇപ്പം അപ്പം അത് വലിക്കല്ലേ. സ്ട്രോബെറി ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. സ്പേസ് ഉള്ള സ്ഥലത്തില്ലേ നമ്മൾ വഴുതനങ്ങ, കേബേജ് അങ്ങനത്തെ നടുട്ടാ. ഇതാണല്ലേ വഴുതനങ്ങ. ഈ വലിയ ചെടി. ഇത് അവിടേക്കൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. വഴുതനങ്ങ, കാബേജ്. ഇതാണ് കാബേജ്. കുറച്ചും കൂടി വഴുതനങ്ങ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. വഴുതനങ്ങ പൂവിട്ടുണ്ട്. നമുക്ക് അടുത്തത് പച്ചമുളക് കാണിക്കാം. പച്ചമുളക് ജയപോലെയാ. പച്ചമുളക് പൂവിട്ടിട്ടുണ്ടല്ലോ. പച്ചമുളക്
ആഹാ ആ പച്ചമുളകായിട്ടുണ്ട്. ദേ ദേ നിൽക്കുന്നു. അതെ. ആഹാ നെറ്റ് ഇട്ട കാരണം കറക്റ്റ് നമുക്കിത് കിട്ടുന്നില്ല. ഇടാത്ത സ്ഥലത്ത് പോയാലോ? നെറ്റ് ഇടാത്ത സ്ഥലോ? ആ ഓക്കെ അവിടെ ഉണ്ട്. ഓക്കെ നമുക്ക് നെറ്റ് കുറച്ച് ഇവിടെ ഇവിടെ മാത്രം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. എൻ്റെ ബൈക്കിൽ വാടാ. ഓക്കെ സൂക്ഷിച്ചു പോ. ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഒരക്കയിൽ ബ്രക്കോളി, തക്കാളി, കാബേജ്, പച്ചമുളക്, വഴുതനങ്ങ അങ്ങനെ നട്ടിട്ടുണ്ട്. നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് നമുക്ക് സ്ട്രോബെറി പറിച്ചാലോ? സ്ട്രോബെറിക്ക് ഭംഗി കൂട്ടാൻ കുറച്ച് ഫ്ലവറൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ട വാവ് നല്ല രസമായിട്ട് ഈ അതിർത്തിയിൽ മൊത്തം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് വന്നേടി നിന്നൊന്ന് കാണിക്കട്ടെ. ആഹാ എന്ത് ബ്യൂട്ടിയാ നീ, എന്ത് രസാ. പൂക്കളൊക്കെ എങ്ങനെ കാണാൻ എന്ത് രസല്ലേ. വാവ് ഇത് നമ്മുടെ ഊട്ടി പൂവാണ് കേട്ടോ. ഇതിവിടെ പറമ്പുകളിലൊക്കെ ഇങ്ങനെ എന്താ കാട് പിടിച്ച് കിടക്കുക എന്നൊരു കാട് പോലെ ഇത് വളരുത്. നമ്മളത് പറമ്പിൽ നിന്ന് പറിച്ച് ഇവിടെ കൊണ്ട് നട്ടിരിക്കണതാണ്. ഇതിപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ആളാണ് ആ വരുന്നത്. ടിബിൻ, ഫാർമർ ടിബിൻ. കുട്ടി ഫാർമറും വലിയ ഫാർമറും. ഇതാണ് നമ്മുടെ ഓവറോൾ വ്യൂ. ഇവിടെ നമ്മൾ ബ്രൊക്കോളി ചെയ്തിട്ടുണ്ട്. ബീൻസ് ഇവിടെ എല്ലാം ബീൻസ് ഉണ്ട് കേട്ടോ നന്നായിട്ട്. അങ്ങനെ ബീൻസ് ഈ ഏരിയ ഫുള്ള് ബീൻസാണ് നമ്മൾ നട്ടിരിക്കുന്നത്. ഇതൊക്കെ ബീൻസാണ്, ഈ ചെടികളൊക്കെ ബീൻസാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഇന്ന് പറിച്ചത് 10 കിലോ ഫ്രൂട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൃഷി ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ.